ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു രാവിലത്തെ കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾ സ്കൂളിൽ പറഞ്ഞയക്കുന്നതും രാവിലത്തെ ചായയുടെ കടി ഉണ്ടാക്കുന്നതും അതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 5 മണി സമയമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പുറത്ത് വന്ന് നോക്കുമ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ട്. അപ്പുറത്ത് വീട്ടിലെ ആൾക്കാർ എണ്ണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചുള്ളത്. ഒരു കൂട്ടർക്ക് ഇഡ്ഡലി വേണം, ഒരു കൂട്ടർക്ക് ദോശ വേണം, ഒരാൾക്ക് മസാല ദോശ വേണം കേട്ടോ. അപ്പോൾ ഈ മാവ് കൊണ്ട് ഞാൻ എല്ലാതും ഉണ്ടാക്കുക. അപ്പോൾ ഇഡ്ഡലിക്കുള്ള തട്ടൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തട്ടിൻ്റെ 2 സൈഡിലും വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കണ്ട, അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. അത് കാരണമാണ് കേട്ടോ 2 സൈഡിലും ഇങ്ങനെ വെളിച്ചെണ്ണ തൂവി കൊടുക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ 3 തട്ടാണുള്ളത്, അങ്ങനെ 12 ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ട്രിപ്പാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇഡ്ഡലിക്കാർക്ക് അത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിയിലുള്ള മാവ് ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ടൊക്കെ ശരിയാക്കി വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ. അപ്പോൾ എല്ലാ തട്ടിലും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഗ്യാസും ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. ഓരോ തട്ട അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അത് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അത് ആവി കയറി വെന്ത് വരുമ്പോഴത്തേനും മസാല ദോശകൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് അതിൽ 4-5 പച്ചമുളകിനെ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു തിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി കുലുക്കിയിട്ട് വിസിലും വെച്ചിട്ട് അതും അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇഡ്ഡലി വെന്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് കേട്ടോ ഈ മസാലയ്ക്കുള്ള ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിൽ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുറന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഓരോന്ന് തട്ടെടുത്തിട്ട് പുറത്തേക്ക് വെക്കാനുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് താളിക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ടാ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് കേട്ടോ. ഉണക്കമുളക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വീണ്ടും എടുത്ത് നടുവ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കേട്ടോ. ഇളക്കുമ്പോഴേ നോക്കിയപ്പോഴാണ് കാണുന്നത് ഉണക്കമുളക് അങ്ങനെ മുഴുവനായിട്ട് ഇട്ടിരിക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ അത് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ടൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൂടെ ഒരു 4 പച്ചമുളക് നെടുക കീറിയത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉള്ളി വഴന്ന് വരുമ്പോഴേക്കും ഇവിടെ ഇഡ്ഡലി ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കി വെക്കേണ്ടതാണ്. അതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. തൊടുമ്പത്തിന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാ ഇഡ്ഡലിയും എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ എല്ലാ ഇഡ്ഡലിയും പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ സവോള നന്നായി വഴന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചു കൊടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നന്നായിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കില്ല, അതേപോലെ ഒന്ന് മസാല ഒന്ന് നന്നായി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതിൽ ആ വെള്ളം ഒഴിച്ചതൊന്ന് വറ്റിയെടുക്കുന്നത് വരെ നമ്മളൊന്ന് തീ കൂട്ടി കൊടുത്തിട്ടൊന്ന് അതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ മസാലയുടെ പണി. മസാല ദോശയുടെ മസാല ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടുണ്ടായിരുന്ന കാരണം അതിൽ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ച് ആ അടുപ്പിൽ തന്നെ ഇനി ദോശ ചുടാൻ നോക്കുകയാണ് കേട്ടോ. ആ ദോശ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഒരു തുണി കൊണ്ട് കുറച്ച് വെള്ളം നനച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്ത് എന്നിട്ട് അതിലേക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം, ചുറ്റിച്ചെടുക്കല പരത്തിയെടുക്കണം ചെയ്തിട്ടോ. നേരത്തെ ഇഡ്ഡലിക്ക് ഉണ്ടായിരുന്ന മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലിക്ക് കുറച്ച് കട്ടി ഉണ്ടാവും, ദോശയ്ക്ക് കുറച്ച് ലൂസ് വേണമല്ലോ. ആ മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒന്നൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി സ്പ്രെഡ് കൊടുത്തതിന് ശേഷം അത് നമ്മളൊന്ന്
രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂത്താൾക്ക് ഒന്ന് കൊണ്ടുപോകാൻ ലഞ്ചിന് കൊണ്ടുപോകാൻ മസാല ദോശ മതി എന്ന് പറഞ്ഞ്, താഴെയുള്ള ആൾക്ക് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞ്, നടുവിലുള്ള ആൾക്ക് ഈ ദോശ വെറും ദോശ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ 3 തരത്തിലാണ് അപ്പം ഇന്ന് ലഞ്ച് ബോക്സ് കേട്ടോ. ഇനി അത് ദോശ അവിടെ ചുടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോഴത്തേന് ചട്നി തയ്യാറാക്കണമല്ലോ. അപ്പോൾ തേങ്ങ ഒരു അരമുറി തേങ്ങ ഉണ്ടായിരുന്നത് അത് അതിലേക്കിട്ട് അതിലേക്ക് ഒരു 3-4 പച്ചമുളക് നടു പൊളിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിയിലാണ് കേട്ടോ ഇവിടെ അരയ്ക്കാറ്. അത്ര ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കും കേട്ടോ. മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോഴേക്കും ദോശപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പത്ത് തന്നെ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് വരുമ്പോഴത്തേനും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഈ അടിച്ച് വെച്ച തേങ്ങ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി ചെയ്യട്ടോ. അല്ലാണ്ട് തിളപ്പിച്ചെടുക്കില്ല. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ മിക്സിയുടെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇളക്കി കൊടുത്തിട്ട് ആ ചട്ടിയുടെ ചൂടിൽ ഇരുന്നിട്ടാണ് കേട്ടോ ആ ചട്നി ചൂടാവണം. അല്ലാണ്ട് വേറെ നമ്മൾ തീ ഓഫാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ടിഫിൻ ബോക്സിലാക്കാം കേട്ടോ. അപ്പോൾ മസാല ദോശ വേണ്ട ആൾക്ക് മസാല ദോശ വെച്ചിട്ടുണ്ട് കേട്ടോ. 3 മസാല ദോശ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെറും ദോശ പറഞ്ഞ ആൾക്ക് ഒരു 2 ദോശ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെയാണ് പിച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യാം. സ്പൂൺ കൊണ്ടാണ് കഴിക്കാറ് കേട്ടോ. സ്കൂളിൽ സ്പൂൺ വേണം. അപ്പോൾ അങ്ങനെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ദോശ അങ്ങനെ വെച്ച് കൊടുത്ത്, അതേപോലെ തന്നെ ഒരു ഇഡ്ഡലി ഇതുപോലെ 4 കഷ്ണാക്കിയിട്ട് മുറിച്ചതും അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴെയുള്ള ആൾക്ക് ഇഡ്ഡലി മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ഇഡ്ഡലി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോരുത്തർക്കുള്ള കറിപ്പാത്രത്തിൽ ചട്നി ആക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ചമ്മന്തിയും സാമ്പാറൊന്നും ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് കാരണമാണ് കേട്ടോ ചട്നി മാത്രം ഉണ്ടാക്കി വെച്ച് കൊടുക്കണം. രണ്ടാമത്തെ ആൾക്ക് മാത്രമേ ചമ്മന്തി ഇഷ്ടമുള്ളൂ. അപ്പോൾ ഒരാൾക്ക് മാത്രം ചമ്മന്തി ഉണ്ടാക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ളൊന്നും ഉണ്ടാക്കാതിരുന്നത്. അപ്പം എന്നാൽ ചട്നി മാത്രം കൊണ്ടുപോയിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും മൂത്താൾ ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് മസാല ദോശ എടുത്തിട്ട് ചായ കുടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇടയിൽ പ്ലേറ്റിൽ ഒന്ന് കണ്ടത് കേട്ടോ. അതുപോലെ എല്ലാവരും പാത്രത്തിലാക്കിയിട്ട് ഇതാ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂത്താൾ ഇരുന്നിട്ട് അതാ ചായ കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേനും രണ്ടാമത്തെ ആൾ മദ്രസൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. താഴെ ആൾ വിളിച്ച് എഴുന്നേപ്പിച്ച് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ആൾ 6:30 മദ്രസ കഴിഞ്ഞ് 8 മണിയാകുമ്പത്തേനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാൾക്കും ദോശയും ഇഡ്ഡലിയും മാറി മാറി കൊടുക്കുന്നുണ്ട്. ടിഫിൻ ബോക്സ് ഓരോരുത്തർ കെട്ടിയിട്ട് കവറിലാക്കിയിട്ട് ബാഗിൽ വെക്കണം കേട്ടോ. അത് അവരെ പണിയാണ്. അത് അവർ ചെയ്തോളൂ കേട്ടോ. അത് അവർ കെട്ടിയിട്ട് ഇതാട്ടോ ബാഗിൽ ആക്കണ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ യൂണിഫോം ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാൻ നിലമൊക്കെ അടിച്ച് വരിയിട്ടുണ്ടായിരുന്നു. പിന്നെ തുടക്കാൻ നിൽക്കേണ്ടത് കേട്ടോ. ഓരോരുത്തർ ഇതാ യൂണിഫോം ഇടുന്നുണ്ട്. ഒരാൾ ഉള്ളിലുണ്ട്. മൂത്താൾ കുളിക്കാൻ പോയിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിൽ പോയി കേട്ടോ. സ്കൂളിൽ പോണ സമയത്ത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കൂളിൽ പോയി. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ. വീടിൻ്റെ ഉള്ളിൽ അടിയും തുടക്കം കഴിഞ്ഞിരിക്കണം. ഇനി പുറത്തെ പണികളുണ്ട് കേട്ടോ. ഗേറ്റൊക്കെ തുറന്ന് കിടക്കണം. അവർ പോയിട്ട് അടച്ചിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ സമയം ഒരു 9 മണി ആയിരിക്കണം കേട്ടോ. അവർ 8:45 പോയിരിക്കണം. സമയം 9 മണി ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.